പക്ഷിപ്പനി സ്ഥിരീകരിച്ചതോടെ ആലപ്പുഴയിൽ 20,000-ഓളം പക്ഷികളെ കൊന്നൊടുക്കും. ജില്ലാ ഭരണകൂടത്തിന്റേതാണ് അടിയന്തര നടപടി. കൂടുതൽ ഇടങ്ങളിലേക്ക് രോഗം പടരാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. ആലപ്പുഴയിൽ മാത്രം രോഗബാധ സ്ഥിരീകരിച്ച പ്രദേശങ്ങളുടെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള 19,811 പക്ഷികളെയാണ് കൊന്നൊടുക്കുക. കോഴി, താറാവ്, കാട എന്നിവ ഇതിലുൾപ്പെടും. താറാവുകളിലും കാടകളിലുമാണ് ആലപ്പുഴയിൽ രോഗം സ്ഥിരീകരിച്ചത്. കോഴികളിലെ രോഗബാധ കണ്ടെത്തിയത് കോട്ടയത്തും. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾ ലക്ഷ്യം വെച്ച് വളർത്തിയ ആയിരക്കണക്കിന് താറാവുകളെ കൊന്നൊടുക്കുന്നതോടെ കർഷകർ വൻ പ്രതിസന്ധിയിലായി. കൂടുതൽ പക്ഷികളിലേക്ക് രോഗബാധ പടരാതിരിക്കാൻ മുൻകരുതലുകൾ സ്വീകരിച്ചെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. മൃഗസംരക്ഷണ വകുപ്പ് പക്ഷികൾ മറ്റു ഫാമുകളിലേക്ക് അത് പടരുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ആരോഗ്യ വകുപ്പ് മനുഷ്യരിലേക്ക് പക്ഷിപ്പനി പകരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷിപ്പനി മനുഷ്യരിലേക്ക് വ്യാപിക്കാതിരിക്കാൻ കർശന ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. പ്രാദേശിക തലത്തിൽ ആരോഗ്യ പ്രവർത്തകർ പൊതുജനങ്ങളെ ബോധവാന്മാരാക്കും. ഗുരുതരമായ ന്യൂമോണിയ ബാധിച്ച ആളുകളുടെ സാമ്പിളുകൾ എടുത്ത് പരിശോധിക്കാനും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. 24 ആലപ്പുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.